നല്ലൊരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല കുടുംബനാഥൻ കൂടിയാണ് പുതിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ LC ജോസഫിന്റെ പ്രതികരണം കൂടിയുണ്ട്. കുടുംബകാര്യം മാത്രമല്ല രാഷ്ട്രീയവും വീട്ടിൽ സംസാരിക്കാറുണ്ട്. ഏൽപ്പിച്ച ഉത്തരവാദിത്തം 100% ആത്മാർത്ഥതയോടെ നിറവേറ്റുന്ന വ്യക്തി കൂടിയാണ് സണ്ണി ജോസഫ് എന്നും LC ജോസഫ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. KPCCയുടെ പുതിയ അധ്യക്ഷനായി കണ്ണൂരിലെ മലയോര മേഖലയിൽ നിന്നും സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സണ്ണി ജോസഫിന്റെ പ്രിയ പത്നി LC ജോസഫ് നമുക്കൊപ്പം ചേരുന്നു. ചേച്ചി, എത്രമാത്രം സന്തോഷം തരുന്നുണ്ട്? നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. തന്നെ MLA ആണ്, അതിന്റെ തിരക്കുണ്ട്. അതിലൂടെ KPCC അധ്യക്ഷൻ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാറും. എന്താണ് അത് എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ആയിക്കഴിഞ്ഞ് 2 ദിവസമല്ലേ ആയുള്ളൂ. പിന്നെ മിനിഞ്ഞാന്നേ ഇവിടുന്ന് പോയി. പിന്നെ ഫോണ് എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ മറ്റുള്ളവരോടാണ് സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ പോകുന്നതിന് മുമ്പ് വിളിച്ചിരുന്നു. എന്തായാലും ഇവിടുന്ന് അങ്ങനെ വിട്ടുപോകത്തൊന്നുമില്ല. നമ്മുടെ മണ്ഡലമാണല്ലോ ഇത്. വലിയ തിരക്കുണ്ടെങ്കിലും വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ? ഒരു വളരെ കൃത്യമായ കുടുംബനാഥനാണ്. പാർട്ടിയിൽ എല്ലാം പോയാലും രാത്രി വീട്ടിലെത്തുന്ന ഒരു സ്വഭാവമാണ്. പണ്ട് മുതലേ അങ്ങനെയാണ്. എങ്ങനെയാണ് സണ്ണി ജോസഫിന്റെ ഒരു ജീവിതക്രമമൊക്കെ എങ്ങനെയാണ്? രാവിലെ ഫുൾ തിരക്കാണല്ലോ. അപ്പോൾ തിരക്കാണ്, പക്ഷേ പുള്ളി പിന്നെ പത്രം വായിക്കലും ഫോൺ അറ്റൻഡ് ചെയ്യലും പിന്നെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് പാലിക്കും. എന്തായാലും അതിൽ ഭയങ്കരമായ ആത്മാർത്ഥതയാണ്. അതിലൊന്ന് കുടുംബം നോക്കുന്ന കാര്യത്തിലുണ്ട്. എല്ലാ കാര്യവും എനിക്കറിയാം. നടക്കുന്ന എല്ലാ കാര്യങ്ങളും സംശയമുള്ളത് അറിയില്ല, പോയി ചോദിക്കും. വീട്ടിൽ രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്? അതേ ഉള്ളൂ. രാഷ്ട്രീയം തന്നെ മെയിനായിട്ട്. കർക്കശക്കാരൻ എന്ന് നമുക്ക് പൊതുവെ പറയാൻ കഴിയില്ല. അദ്ദേഹം വളരെ എല്ലാവരോട്ടും വളരെ നല്ല മയത്തിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ എങ്ങനെയാണ് അദ്ദേഹം? കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ഞാൻ 110 മാർക്കും കൊടുക്കും. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷമായിരിക്കും. ഇനി എന്തെങ്കിലും കാര്യത്താൽ നമ്മളല്ലേ പെണ്ണുങ്ങൾ കുറച്ച് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്താലും അപ്പം ചിരിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം ദേഷ്യപ്പെടുക പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ നല്ല കുട്ടികളോടാണേലും അവരെ ഒന്നും വഴക്ക് പറയുകയോ അടിക്കുകയോ അങ്ങനത്തെ ഒരു രീതിയും വീട്ടിലില്ല. വലിയ ഉത്തരവാദിത്തമാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ധൈര്യം എന്ന് വെച്ചാൽ കൂട്ടത്തിലുള്ള ടീം മുഴുവനും നല്ല ചെറുപ്പക്കാരും നല്ല, ഇനി പുള്ളിക്ക് എന്തെങ്കിലും വിചാരമില്ലെങ്കിലും അവരുണ്ടല്ലോ, അങ്ങനെ ഒരു ധൈര്യത്തിലാണ് ഇരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ നന്നായിട്ട് പോകുന്നതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഏതായാലും ചേച്ചിയുടെ എല്ലാവിധ പിന്തുണയും സണ്ണി വക്കീലുണ്ട്. കണ്ണൂരിൽ നിന്നും ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.